അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും? എന്തൊക്കെയാണ് മക്കളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? യെസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ടോപ്പിക് ആയിട്ടാണ്. അതായത് വേറൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയ, എന്നാൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യും. വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും കൂടെ പറ്റും. സോ എല്ലാവരും നല്ല കുഞ്ഞുങ്ങളായിട്ട് ശ്രദ്ധയോടെ നന്നായി കോൺഫിഡൻസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്കിത് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ഇരിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ, ഒന്ന് എഴുതിയെടുക്കണം. കാരണം ഇതിൻ്റെ കുറച്ച് ട്രിക്കുകളൊക്കെ മാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അതിന് തൊട്ട് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാൻ മറക്കണ്ട. നമ്മുടെ ലൈവ് വന്നിട്ടുള്ളത് 14 തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. സോ എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാ, യെസ്, കാണുക. നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ യെസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ചെറിയ ഒരു എന്താണ് യെസ്, ഒരു എന്താ പറയുക, ചെറിയൊരു ബയാനാത്ത് ഷഖ്സിയ ബയോഡാറ്റയാണ് അല്ലേ, കുഞ്ഞു ബയോഡാറ്റ. അപ്പൊ നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു ബയോഡാറ്റയാണ് മക്കളെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിതിനൊരു ജസ്റ്റ് ഒരു മോഡൽ മാത്രമാക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ബയോഡാറ്റയിൽ പഠിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഒന്ന്, നിങ്ങൾ ബയോഡാറ്റയിലെ എല്ലാ ഫോംസുകളും, അതായത് ഇവിടെ മക്കാനുൽ വിലാദത്ത്, ഇസ്മുൽ വാലിദ്, ഇസ്മുൽ സൗജ, ദിറാസത്ത്, മനാസിബ്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി അതിൻ്റെ മീനിങ് അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം വന്നിട്ടുള്ളത്, ഈ ഒരു ബയാനാത്ത് ഷഖ്സിയെ തെർജുമത്തുൽ ഹയാത്ത്, ജീവചരിത്ര കുറിപ്പായിട്ട് നിങ്ങളോട് എഴുതാൻ പറയും. അങ്ങനെ എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു കണ്ടന്റിനെ നമ്മൾ തെർജുമത്തുൽ ഹയാത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന കുഞ്ഞു ടോപ്പിക്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ശരി, അപ്പൊ ഒന്നാമത്തേത് എന്താണ്, മക്കാനുൽ വിലാദത്ത്. നമുക്കറിയാം, വിലാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ജനനമാണ് അല്ലെ, ജനനം. അപ്പോൾ മക്കാനുൽ വിലാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മക്കാനുൽ വിലാദത്ത്, യെസ്, ജനിച്ച സ്ഥലത്തെയാണ് നമ്മൾ മക്കാനുൽ വിലാദത്ത് എന്ന് പറയാം. ഓക്കെ, മക്കാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. മക്കാനുൽ വിലാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലേസ് ആണ്. ജനിച്ച ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ മക്കാനുൽ വിലാദത്ത് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഇസ്മുൽ വാലിദ്. എന്താ മക്കളെ ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ് ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാടെ പേര്. എന്താണ് ഉപ്പാടെ പേര്? ഓക്കെ ആണല്ലോ. അടുത്തത് ഇസ്മു സൗജ. ഇസ്മു സൗജ എന്ന് പറഞ്ഞാൽ എന്താണ്, സൗജത്ത് ആരാണ്, ഭാര്യയാണ് അല്ലെ, ഭാര്യ. ഓക്കെ, അപ്പൊ ഇസ്മു സൗജ എന്ന് പറഞ്ഞാല് ഭാര്യയുടെ പേരിനാണ് നമ്മൾ ഇസ്മു സൗജ എന്ന് പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഏതാണ്, അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ദിറാസത്ത് അല്ലെ, ദിറാസത്ത് എന്ന് പറഞ്ഞാൽ പഠനം അല്ലെ, ആ വ്യക്തി എന്താണ് പഠിച്ചത് എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കുല്ലിയത്തിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും, അവർ പഠിച്ച കോളേജിന്റെ പേരോ അല്ലെങ്കിൽ സ്കൂളിന്റെ പേരോ ഒക്കെ ആയിട്ടുണ്ടാവും നമുക്ക് ആ പാരഗ്രാഫിൽ. അപ്പൊ ആ പാരഗ്രാഫിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുത്ത് എഴുതേണ്ടത്. അപ്പൊ അതങ്ങനെ. അടുത്തത് താരീഖുൽ വഫാത്ത്. അത് ഒബ്വിയസ്ലി നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫിൽ ഉണ്ടാവും, ഫിഖറയിൽ ഉണ്ടാവും താരീഖുൽ വഫാത്ത്. അപ്പൊ അത് അവിടെ എന്താ പറയാ, അങ്ങനെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് അങ്ങനെ എടുത്ത് എഴുതാം കേട്ടോ. താരീഖുൽ വിലാദത്ത്, അതാണ് നമ്മൾ മാറിപ്പോവുക. താരീഖുൽ വിലാദത്തും മക്കാനുൽ വിലാദത്തും മാമിന്റെ കുഞ്ഞുങ്ങൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, മക്കാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. അത് മാറരുത്. ഓക്കെ, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, മക്കാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒക്കെ തീരുമാനമാവും. ഓക്കെ, അപ്പൊ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇസ്മുൽ വാലിദത്ത്. എന്താ ഇസ്മുൽ വാലിദത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്മുൽ വാലിദ് അല്ലെ. വാലിദ് എന്ന് പറഞ്ഞാൽ ആരാണ്, വാലിദ് ഉപ്പയാണ് അല്ലെ. ഇസ്മുൽ വാലിദത്ത് എന്ന് പറഞ്ഞാലോ ഉമ്മയാണ്. നമുക്കറിയാം, കാരണം എന്താണ്, താ അവിടെ വന്നോണ്ട് ഇസ്മുൽ വാലിദത്ത് എന്നാൽ ഉമ്മയാണ് അല്ലെ. അടുത്തത് ഇസ്മു സൗജ. സൗജ എന്ന് പറഞ്ഞാല്
ആരാണ് ഇവിടെ? സൗജത്ത് എന്നുണ്ട്. അപ്പൊ സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്, സൗജത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. അത് പറയാനാണ് ഇത് പറഞ്ഞത് കേട്ടോ. പിന്നെ അസ്മാഉൽ ഔലാദ്, കുട്ടികളുടെ എണ്ണം അല്ലെ. ഔലാദ് ആരാണ്? മക്കളാണ് അല്ലെ. മക്കളുടെ എണ്ണല്ല, മക്കളുടെ പേര്. ഓക്കെ, മക്കളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കൊടുക്കാം. പിന്നെ അൽ ഖിദ്മാത്ത്, അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെയാണ് നമ്മൾ അൽ ഖിദ്മാത്ത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് അൽ മുഅല്ലഫാത്ത്, അതായത് അദ്ദേഹം രചിച്ച ഒരുപാട് രചനകൾ ഉണ്ടാവും. ആ രചനകളെ അതിൻ്റെ പേര് അത് നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഫിഖറയിൽ അതിൻ്റെ പേരുണ്ടാവും. അപ്പം അത് അതിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, എടുത്തെഴുതാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് മക്കാനുൽ വഫാത്ത്. മക്കാനുൽ വഫാത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച സ്ഥലത്തെയാണ് നമ്മൾ പറയാ. നേരത്തെ ഇവിടെ മക്കാനുൽ വിലാദത്ത് പറഞ്ഞില്ലേ, അതേപോലെ മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബയാനാത്തു ശഖ്സിയയിൽ നമ്മൾ പഠിച്ചു പോവേണ്ടതായിട്ടുള്ളത്. അതായത് മീനിങ് അടക്കം നമ്മൾ പഠിക്കണം. അപ്പോഴേ നമുക്ക് ആ പാരഗ്രാഫ് വായിക്കുമ്പം ഇത് ഇന്നതാണല്ലോ, അപ്പൊ അത് ഇവിടെ ഉണ്ടല്ലോ, ആ ഒരു സാധനം നമുക്ക് കത്തണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഈ ഒരു വേർഡ്സിന്റെ മീനിങ് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയേ. കണ്ടോ, ആയിദ തർജമത CH മുഹമ്മദ് കോയ ഫി മുസാഅദത്തി നികാത്തി സാബിഖ. കണ്ടോ, നമ്മളോട് പറഞ്ഞത് തർജുമത്തുൽ ഹയാത്ത്, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. കുട്ടികളെ, അത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിനെയാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ശരി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു ഫിഖറയിൽ നിന്ന് ബയാനാത്തു ശഖ്സിയ എഴുതിയത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു തർജുമത്തുൽ ഹയാത്ത് ആണ്. ഇതാണ് തർജുമത്തുൽ ഹയാത്ത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ തർജുമത്തുൽ ഹയാത്ത് എന്ന് പറയാം, ജീവചരിത്ര കുറിപ്പ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബയാനാത്തു ശഖ്സിയ എന്ന് പറയാം, ബയോഡാറ്റ. ഓക്കെ, അപ്പൊ നമ്മളോട് ഈ രണ്ട് രൂപത്തിലും എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, ഇസ്മുൽ കാമിൽ ഹാഫിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇത് ഇദ്ദേഹത്തിൻ്റെതാണ്. ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തർജുമത്തുൽ ഹയാത്ത് ഉണ്ടാക്കാനാണ്. ആരുടേത് ഉണ്ടാക്കാനാണ്? ഹാഫിൽ ബക് ഇബ്രാഹിമിന്റെ തർജുമത്തുൽ ഹയാത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഇത് ഒരു മോഡൽ തന്നതാണ് അവര്, പിന്നെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ. അങ്ങനെ എക്സാമിന് അങ്ങനെ ഒരു മോഡലൊന്നും തരൂല കേട്ടോ, എക്സാമ്പിൾ ഒന്നും തരൂല. അത് നമ്മൾ പഠിച്ചു തന്നെ പോകണം, കാരണം ഇതിന് 4 മാർക്ക് എങ്ങാണ്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വുലിദ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഫി കുറ്റിപ്പുറം. ഫി കുറ്റിപ്പുറം. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ മക്കാനുൽ മീലാദ്, അതേപോലെ ആമുൽ മീലാദ്, ഇത് രണ്ട്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏരിയയെന്നാണ് നമ്മൾ വുലിദ എന്നുള്ള വാക്ക് പ്രയോഗിക്കുക. വുലിദ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ വുലിദ എന്നുള്ളത് പ്രയോഗമാണ് ഇവിടെ കൊടുക്കുക. ബയാനാത്തു ശഖ്സിയയിൽ മറന്നു പോവണ്ട. വുലിദ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഫി കുറ്റിപ്പുറം അല്ലെ, ഫി മുക്കാച്ചാഴ്ത്തി മലപ്പുറം. മലപ്പുറത്തെ കുറ്റിപ്പുറത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്, ജനിച്ചിട്ടുള്ളത് അല്ലെ. യെസ്, അപ്പോൾ അതങ്ങനെ എഴുതുക. അതേപോലെ വാലിദുഹു, അതേപോലെ ഉമ്മുഹു, അതേപോലെ അദ്ദേഹത്തിന്റെ അല്ലഫ, അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയത്, ഇസ്താർ, അദ്ദേഹത്തിന്റെ ലഖബ്, വിളിപ്പേര്, ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്കൊരു എക്സാമിന് എങ്ങനെയാണ് തർജുമത്തുൽ ഹയാത്ത് എഴുതുക എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഫോം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഈ രീതിയിലാണ് എന്നുള്ളത്. ഇനി ഇപ്പുറത്തെ പേജ് നോക്കിയേ, ഇവിടെ കണ്ടോ നിങ്ങൾ, ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ഒരു ഒരു ഡാഷ് ഇട്ടിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഡാഷ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു സ്ട്രക്ചറാണ് കേട്ടോ. അതായത് തർജുമത്തുൽ ഹയാത്ത് എഴുതാനുള്ള സ്ട്രക്ചറാണ് മാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെയൊക്കെ തർജുമത്തുൽ ഹയാത്താണ്. അൽ മൗലവി അബ്ദുൽ ഖാദർ വക്കമി അല്ലേ. യെസ്, ആലിമുൻ മഷ്ഹൂറുൻ വസിഹാഫിയുൻ മാഹിറുൻ അല്ലെ. ഉലിദ ബി വക്കം, അദ്ദേഹം വക്കത്താണ് ജനിച്ചത്. യെസ്, അപ്പോൾ ഈ രീതി മുഹമ്മദ് കുഞ്ഞു ആണ് അദ്ദേഹത്തിന്റെ ഉപ്പ. വാലിദുഹു മുഹമ്മദ് കുഞ്ഞു, ഉമ്മുഹു ആയിഷ ബീവി. ഇന്നഹു ഷാറക ഫി ഹർക്കത്തിൽ ഇസ്തിഖ്ലാൽ വഅസ്ദറ ജരീദത്തു സ്വദേശാഭിമാനി അല്ലെ. ഓക്കെ,
അപ്പൊ അത് അവിടെ കിടക്കട്ടെ. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പൊ നോക്കിയേ, വുലിദ കണ്ടോ, വുലിദ. ഓക്കെ, അപ്പൊ താരിഖുൽ മീലാദ്, മക്കാനുൽ മീലാദ്, ഇത് രണ്ടിന്റെയും ആണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വരെ നമ്മൾ എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. വുലിദ, അയാളുടെ പേര് എഴുതുക, നെയിം എഴുതുക. ആരാണോ നമ്മളോട് എഴുതാൻ പറഞ്ഞത് അയാളുടെ നെയിം ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇടശ്ശേരി ആണെങ്കിൽ വുലിദ ഇടശ്ശേരി, അതല്ല CH മുഹമ്മദ് കോയ ആണെങ്കിൽ വുലിദ CH മുഹമ്മദ് കോയ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ബി എന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹം എവിടെയാണ് ജനിച്ചത് അതവിടെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, അത് എവിടെയാണ് സ്ഥലം, ഫി എന്നുള്ളിടത്ത് കൊടുക്കുക. എന്നിട്ട് സെന എന്നുള്ളിടത്ത് എന്താ പറയാ, ഇവിടെ പ്ലേസ് കൊടുക്കുക. അതേപോലെ ഇവിടെ എന്താ പറയാ, സെന എന്നുള്ളിടത്ത് എന്താ പറയാ, അല്ല ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇവിടെ എന്ത് ചെയ്യുക, പ്ലേസ്, ഇവിടെ ഡേറ്റ് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, ഇവിടെ ഡേറ്റും കൊടുക്കുക, മീൻസ് ഇയറും കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് ഫസ്റ്റത്തെ സെന്റൻസ് വരുന്നത്. ഓക്കെ, എവിടെയാണോ അദ്ദേഹം ജനിച്ചത്, ഇപ്പോ എന്താ പറയാ, ഇദ്ദേഹം ജനിച്ചത് നോക്കിയേ, വുലിദ, അദ്ദേഹം ജനിച്ചു ബിവക്കം, കണ്ടോ, ബിവക്കം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ, ബിവക്കം. അതേപോലെയാണ് ഇദ്ദേഹത്തിന്റെ പേര്, ഇവിടെ ബി എന്ന് പറഞ്ഞിട്ട് പ്ലേസ്, ഫി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇയറും കൂടെ കൊടുക്കുക. വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് വാലിദുഹു, അദ്ദേഹത്തിന്റെ ഉപ്പാടെ പേര് കണ്ടോ, വാലിദുഹു ഡേഷ്. ആരാണോ നമ്മളോട് എഴുതാൻ പറഞ്ഞത്, ആരെയാണോ നമ്മളോട് എഴുതാൻ പറഞ്ഞത് അയാളുടെ ഉപ്പാന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് ഫാദർ ആണ് കേട്ടോ, നെയിം ഓഫ് ഫാദർ. അടുത്തത് വാലിദത്തുഹു, വാലിദത്തുഹു, അദ്ദേഹത്തിന്റെ ഉമ്മാടെ പേര്. അപ്പൊ ഇവിടെ എങ്ങനെ കൊടുക്കുക, നെയിം ഓഫ് മദർ, നെയിം ഓഫ് മദർ. ഓക്കെ, നെയിം ഓഫ് മദർ. അടുത്തത് ദറസഫി, അദ്ദേഹം പഠിച്ചത് ഏതാണോ കുല്ലിയത്ത്, ഏതാണോ കോളേജ്, അതിവിടെ കൊടുക്കുക. ഓക്കെ, ദറസഫി ഡേഷ്. ലഹു, അദ്ദേഹത്തിനുണ്ട് മുഅല്ലഫാത്തുൻ, എന്താ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അദീദത്തുൻ, ധാരാളം. ഓക്കെ, ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് ഡേഷ്. ഇവിടെ ആ ഗ്രന്ഥങ്ങളുടെ പേര്, നെയിം ഓഫ് ബുക്സ് ആണ് വരിക കേട്ടോ, നെയിം ഓഫ് ബുക്സ് കേട്ടോ, മാറിപ്പോവരുതേ മക്കളെ, നെയിം ഓഫ് ബുക്സ്. ഹസല അല ജായിസത്തി ഡേഷ്, ഇവിടെ എന്താണോ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയത് ആ അവാർഡിന്റെ പേര് ഇവിടെ കൊടുക്കുക. പിന്നെ തൂഫി ഫി, ഇവിടെ പ്ലേസ്, മരിച്ച പ്ലേസ്, മരിച്ച ഇയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞുതരാം. വുലിദ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരെന്താണോ അത് അവിടെ കൊടുക്കുക. നമ്മൾ ആരെയാണോ നമ്മളോട് എഴുതാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുക, വുലിദ. ഓക്കെ, ബി എന്ന് കഴിഞ്ഞിട്ട് ആ എവിടെയാണോ ജനിച്ചത് ആ സ്ഥലം കൊടുക്കുക. ഫി എന്ന് കഴിഞ്ഞിട്ട് എന്താണോ ഡേറ്റ് ആ ഡേറ്റും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് വാലിദുഹു, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. വാലിദത്തുഹു ഡേഷ്, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് എഴുതി കൊടുക്കുക. ദറസ, അദ്ദേഹം പഠിച്ചു, ഫി ഡേഷ്, എവിടെ ഏതാണോ കുല്ലിയത്ത് അത് അവിടെ കൊടുക്കുക. അതേപോലെ തന്നെ ലഹു മുഅല്ലഫാത്തുൻ അദീദത്തുൻ, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ എഴുതിയ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, മിൻഹ, അതിൽപ്പെട്ടതാണ്. പിന്നെ ആ ബുക്കിന്റെ പേരുകൾ എഴുതുക. പിന്നെ ഹസല അല ജായിസത്ത്, അദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്താണ്, ഏത് അവാർഡാണ് കിട്ടിയത് അതവിടെ ഈ ജായിസത്തിന് ശേഷം എഴുതി കൊടുക്കുക. പിന്നെ തൂഫി ഫി എന്നുള്ളിടത്ത് പ്ലേസ് കൊടുക്കുന്നു, സനത്തിന്റെ അവിടെ ഇയറും കൊടുക്കുന്നു. അപ്പൊ ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ ബയാനാത്തു ശഖ്സിയെയും ക്ലിയർ ആക്കിയിട്ട് തർജുമയിലേക്ക് മാറ്റേണ്ടത്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് അറ്റൻഡ് ചെയ്യണം. ഈ സ്ട്രക്ചർ മാം ഇപ്പോൾ പറഞ്ഞു തന്ന ആ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യെസ്, നല്ല മാർക്കോട് കൂടി പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഒരു എന്താ പറയുക ബയാനത്തു ശഖ്സിയ തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, തർജുമത്തുൽ ഹയാത്ത് തന്നിട്ടുണ്ട്. അതിനെ നിങ്ങളോട് ഒരു ബയാനത്തു ശഖ്സിയയിലേക്ക് അല്ലെങ്കിൽ ഇസ്തിമാറയിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കാം. നജീബ് മഹ്ഫൂദ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ് ബാഷ കാത്തിബുൻ മിസ്രിയുൻ യുഅദ്ദു അവ്വലു മിസ്രിയിൻ വഅറബിയിൻ ഹസല അല ജായിസത്തി നോബൽ വുലിദ ഫി ഡിസംബർ 1911
في القاهرة وكان عضو الأكاديمية الأمريكية والده عبد العزيز إبراهيم ووالدته فاطمة توفي ഓഗസ്റ്റ് 30, 2006. ഓക്കെ, അപ്പൊ നമ്മളോട് ഈ ഒരു തർജ്ജമത്തുൽ ഹയാത്ത് തന്നിട്ട് ബയോഡാറ്റയിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നോക്കാം കേട്ടോ. ഇസ്മുൽ കാവൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എന്താണ്? നജീബ് മഹ്ഫൂൽ അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ് പാഷ, അത്രയുണ്ട്. അയാളെ പേര്, ആ ഫുള്ള് പേര് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല കേട്ടോ. ഇനി അടുത്ത് ഇസ്മുൽ ഉമ്മ, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര്. അപ്പൊ നോക്ക് മക്കളെ, അത് നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? ജസ്റ്റ് ഇതിലുണ്ടോ നോക്കുക. അപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം വാലിദത്തുഹു, ഉമ്മയുടെ മുത്തറാദിഫാണ്. ഉമ്മുൻ എന്നുള്ളതിന്റെ മുത്തറാദിഫാണ് വാലിദത്ത്. ഓക്കെ, അപ്പൊ വാലിദത്തുഹു, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരാണ് ഫാത്തിമ. കണ്ടോ? അപ്പൊ അതിവിടെ എടുത്ത് എഴുതുക. പിന്നെ ജായിസത്ത് എന്നുള്ള വേർഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയേ. ജായിസത്ത്, ഇവിടെ ജായിസത്ത് കണ്ടോ? ജായിസത്ത് എന്നുള്ള വേർഡ്. യെസ്, അപ്പൊ എന്ത് ജായിസത്താണ്? നോബേൽ ആണ് കിട്ടിയത് അല്ലെ, നോബേൽ. അത് ഇവിടെ എഴുതി കൊടുക്കുക. ഇസ്മുൽ അബ്, ഉപ്പാന്റെ പേര് ഇവിടെ ഉണ്ടല്ലോ, വാലിദ്. അബുൻ എന്നുള്ളതിന്റെ എന്താണ്? അബുൻ എന്നുള്ളതിന്റെ എന്താ പറയാ, മുത്തറാദിഫാണ് എന്ത് 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 യെസ്, വാലിദ്. ഓക്കെ, അപ്പൊ ഇസ്മുൽ അബ് വാലിദുഹു അബ്ദുൽ അസീസ് ഇബ്രാഹിം, അതിവിടെ എഴുതി കൊടുക്കുക. ആമുൽ മീലാദ് അല്ലെ, ജനിച്ച ഇയർ, അത് ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ എഴുതി കൊടുക്കുക. അതേപോലെ താരീഖുൽ വഫാത്ത്, മരിച്ച വർഷം. അപ്പോൾ ഇത് നന്നായിട്ട് പാരഗ്രാഫ് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ തെറ്റിപ്പോവും. സോ നല്ലപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പാരഗ്രാഫ് വായിക്കണം, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിലും അധികം ഒരുപാട് ട്രിക്കുകളായിട്ട് മാം ഇൻഷാ അല്ലാഹ് ലൈവിൽ വരുന്നതാണ്. എല്ലാവരും ലൈവ് കാണാൻ, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പൊ ശരി മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.